ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കണ്ണൂരിലുള്ള ഈ പെറ്റ് സ്റ്റേഷനിൽ എത്തണം എന്നുള്ളത്. ആളുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുള്ള കുറേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എത്തി. കയറി വരുമ്പോൾ എൻട്രൻസ് ഒരു വലിയ ആനയെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് ഒറിജിനലൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ യുഎയിലുള്ള സമയത്തൊക്കെ നമ്മൾ അവിടുത്തെ കുറേ സൂവിലൊക്കെ പോയിട്ടുണ്ടല്ലോ, പിന്നെ നമ്മുടെ സഫാരി പാർക്കിലൊക്കെ പോയിട്ടുണ്ട്. ബട്ട് അതല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത് നമ്മൾ മാക്സിമം എന്താക്കുക, എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ള അറിയാം. ഒരു ബീച്ച് സൈഡിലാണ് കേട്ടോ ഈ പെറ്റ് സ്റ്റേഷൻ വരുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നത് ബീച്ചാണ്. ഇത് കയറി വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ കുറേ കളർ മീൻ കിടക്കുന്നത്. ഓക്കെ, അയ്യോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഭയങ്കര വെയിലാണ് പുറത്ത്. മാക്സിമം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെയിലുണ്ട്, ഇല്ലേമേ ആയി പോകും. താറാവ് കുഞ്ഞു താറാവ് പ്രാവിന്റെ കണക്കിനുണ്ട്. അയ്യോ, ഇതിനകത്ത് ഇത്ര ഇരുട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ക്രസ്റ്റഡ് ഡക്ക്, പൊമറേനിയൻ ഗൂസ്. ഓരെ എന്താ എന്തെങ്കിലും മുന്നേ ഓക്കെ. ഞാൻ പറഞ്ഞുതരാം. ക്ലിയറായിട്ട് കളിക്കണം. ഇങ്ങനെ കൊടുക്കണം. വെള്ളം ഉണ്ട്, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കണ്ണ് മാത്രം വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അവർ വന്നിട്ട് പിന്നെ പേടി പോകും. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ രസം. നിങ്ങൾക്ക് യൂട്യൂബറാണോ? തീർച്ചയായും ഭയങ്കര റിച്ചായിരിക്കും. ആയിക്കോട്ടെ. കുറച്ച് ചേർന്നിട്ട് വെള്ളത്തിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ണ് മാത്രം വെള്ളത്തിൽ ടച്ച് ചെയ്യാം. എനിക്ക് പറ്റും തോന്നില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് ഇത്ര മനസ്സിലാക്കി കട്ടിയില്ല ബ്രോ. വേണ്ട, ഞാൻ ചെയ്യൂല. ആ മീനൊക്കെ ഉണ്ടല്ലോ, ഇത്രയും കൈ അങ്ങ് എടുത്തോണ്ടോ? പേടിയാവുന്നു. അത് മുക്കണോ? കണ്ണ് മാത്രം മുങ്ങിയാൽ അവിടെ വെച്ചോട്ടെ. ഈ മീനുണ്ടല്ലോ താഴെ വെച്ചിട്ട് ഞാൻ കാണിച്ചത് ഇത് എത്ര വലിപ്പം ഉണ്ടെന്ന്. നോക്ക് നോക്ക് നോക്ക്, എത്ര വലുതാ നോക്കിക്കേ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ വേണ്ട. ഇതാണ് ബ്ലാക്ക് സ്വാൻ. ഇതില് ഇഷ്ടംപോലെ മീനാണ് കേട്ടാ. ഒരു കുറേ പാരറ്റ് ഒക്കെയാണുള്ളത്, പല കളറിലുള്ള. അമ്മേ, ഇത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്നൊരു സാധനമാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചതൊരു സാധനമല്ലേ മീർക്കട്ട്, അതിൻ്റെ ഒരു ക്യൂട്ട് വീഡിയോ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാം കേട്ടോ. ക്യൂട്ട്. ഇത് ഒരു ടൈപ്പ് എലിയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ മുയലിനെ കണക്കിരിക്കുമെങ്കിലും ദിസ് ഇസ് നോട്ട് മുയല്. കർമുറ് കഴിക്കണം. നോക്കിക്കേ, ഐസ്ബർഗ്. ഈ സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒട്ടക പക്ഷി.
ഓഫ്, ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ഒട്ടകപക്ഷിയുടെ മുട്ടയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. Ostrich. അത് വേറെ കണ്ടോ ലുക്കൂട്ട് നിക്കുന്നു. തൊട്ടകമാണോ? ആ അതെ. അച്ചോ, അമ്മ, ഇതെന്തുന്നാ? എവിടെ പോന്ന്? എവിടെ പോന്ന്? ഏ എവിടെ പോന്ന്? ചിക്കൂടെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഇറങ്ങി വരാട്ടോ. അടിവെക്കോ അടിവെക്കോ. ആ ഹനി എന്റെ കുറച്ച് സർക്കസ് കാണാം നമുക്ക്. പാത്തു പാത്തു പാത്തു. ഇതോ ഏകദേശം ഒട്ടക പക്ഷി പോലത്തെ ഒരു സാധനമാണ് ഗൈസ്. റെസ്റ്റ് എടുക്കാന്ന് ഉച്ചയൂണ് കഴിഞ്ഞിട്ട്. അയ്യോ എന്നെ നോക്കല്ലേ പ്ലീസ്. എനിക്ക് എന്റെ പേരൊന്നും അറിയത്തില്ല. എന്തിനാണ് ഇത്? കോഴിയാണോ? ഒരു ടൈപ്പ് കോഴിയാണോ തോന്നുന്നു കേട്ടോ. ഒരു കപ്പിൾസ് ആണ് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നുണ്ട്, പിണങ്ങിയിരിക്കാണെന്ന് തോന്നുന്നു. ആരാ ഒളിഞ്ഞു വെക്കുന്നേ? എന്തോ ഇത് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുഴിയില്. അയ്യോ, ഇത് ഉടുമ്പാണ് തോന്നണു. ഉടുമ്പ്. നോക്കിക്കോ, എന്റെ മേലുള്ള ഉടുപ്പ് തൊലിയൊക്കെ ഇളകിപ്പോയി. പുതിയ തൊലി വന്നോണ്ടിരിക്കുവാ. ജീവനില്ലേ? ജീവനുണ്ട്, ജീവനുണ്ട്. അയ്യോ, അണ്ണാൻ അണ്ണാൻ. അയ്യോ, ഉറങ്ങുവാണോ? ഉറങ്ങുവാണോ? കംബോഡിയൻ സ്ക്വിറൽ. കംബോഡിയയിലുള്ളതാണ് കേട്ടോ ഈ അണ്ണാൻ. സമയമായതുകൊണ്ട് എല്ലാം ഉറക്കത്തിലാണ് തോന്നുന്നത്. ഇതും ഒരു ടൈപ്പ് അണ്ണനാണ്. ഐ മീൻ ഇതും കംബോഡിയൻ സ്ക്വിറൽ ആണ്. നമ്മളങ്ങ് പോയപ്പോ തന്നെ ഇത് എണീറ്റ് ഓടാൻ തുടങ്ങി കേട്ടോ. എവിടാ നീയാള് കൊള്ളാലോ. സംഭവം ഞാൻ ഒരു മൃഗസ്നേഹിയാണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പൊ തന്നെ മീനിന്റെ ഒക്കെ ആ ഫലത്തിന് കൈയിട്ടിട്ട് എന്തൊരു നെഞ്ചോട്ടാണെന്ന് അറിയാമോ? പേടിയാണ്. ആ ഫീലാണ്. വന്ന് കേറിയുടെ മുതൽ മീനിന്റെ ഒക്കെ കളിയാണ്. അപ്പുറം പാമ്പും ഇഗ്വാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ പേടി എന്നെ സമ്മതിക്കുന്നില്ല അതൊന്നും തൊടാൻ വേണ്ടിട്ട്. ഓക്കെ, ഇതിന്റെ നോട്ടം കാണുമ്പോ പിന്നെ എങ്ങനെ ഇതിനെ തൊടാൻ തോന്നുന്നേ? നമുക്ക് റോഡ് ലുക്കില്ലേ? ലുക്ക് മാൻ. മോനെ എന്റെ വാലൊക്കെ എന്ത് വാ ഇത്? ഒരടി ഇട്ട് എന്നെ ഷോക്ക് അടിച്ചണക്കിരിക്കും. നോക്കിക്കേ, ആദ്യം ചെയ്യുമ്പോ ഭയങ്കര പേടിയൊക്കെ തോന്നും. അയ്യോ ഇത്ര വലിയ മീനല്ലേ എങ്ങനെ കൈയിടുമെന്ന്. അടിപൊളി അടിപൊളി, സൂപ്പർ. എന്താ പറയാ, ഭയങ്കര സപ്പോർട്ടായിരുന്നു പുള്ളിക്കാരൻ. കൈ ഇടാൻ വേണ്ടിട്ട് ഐ മീൻ ആ മീനിന്റെ കുളത്തില് എനിക്ക് ആളിക്കന്നെ വയ്യായിരുന്നു. ഫൈനലി ഒരു 3-4-6 വട്ടമൊക്കെ ഞാൻ കൈയിട്ടിട്ട് മീനിന് ഫുഡ് കൊടുത്തു. എന്താടാ എന്താടാ എന്താടാ
പട്ടപ്പകൽ പട്ടപ്പകൽ. നോ നോ നോ. എനിക്ക് മമ്മൂട്ടിയുടെ പടത്തിലെ പാട്ടാണ് ഓർമ്മ വരുന്നത്. ആ പാട്ട് പാടട്ടെ? കലങ്കാവിലെ പറ്റി കള്ളാ. കഴുത്തില് സഞ്ചിയുള്ള പ്രാവ്. ഇതിന് കാര്യമായിട്ടില്ല, അതിനൊക്കെ കഴുത്തില് ചെറിയ സഞ്ചി ഉണ്ട്. മ്യാവേ മ്യാവേ മ്യാവേ. എഞ്ചേടാ അരങ്കോട്ടാ അരങ്കോ. നിമോ 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 നിമോ. ഫസ്റ്റിലാണ് ഞാനത് കണ്ടപ്പോ വിചാരിച്ചത്, അങ്ങനെ കണ്ടപ്പോ കൊഞ്ചാണെന്നാ. കൊഞ്ചിന്റെ പോലത്തെ ആ ഒരു കൊമ്പൊക്കെ വെച്ചിട്ട്. കൊഞ്ചല്ലേടാ നീ, അരവണ അരവണ. ഗോൾഡൻ ആണ്, ഗോൾഡൻ അല്ലേ? ഇതെന്താ പഞ്ച റെഡ് അരവണ. എന്തത്? ആരോടെ ഓടിക്കളിക്കുന്നേ? കാണണ്ട പച്ചനെ. സോറി ഗൈസ്, ഈ ഒരു ഏരിയ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഏരിയ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, അവരെയും കാണിക്കുന്നില്ല. ഓക്കെ. എന്റെ പൊന്നെ, ഇല്ല ഫുള്ള് പാമ്പ്. ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടോ? എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. നോക്കിക്കേ, സ്നേഹം നോക്കിക്കേ. എലിയാണ് എലി. നമ്മളെ വീട്ടിലേക്ക്, പക്ഷെ നമ്മളെ വീട്ടിലുള്ള എലിയൊന്നും ഇങ്ങനത്തെ എലിയല്ല. എടത്തൊരപ്പാ രക്ഷപ്പെടാൻ നോക്കുവാണല്ലേ. ഇതൊക്കെ എന്താണ്, ജീവനുണ്ടാ? ഉണ്ട്, ഉറങ്ങുവാ. എല്ലാം ടയർഡ് അടിച്ച് കിടക്കുവാ. ഇതെന്തുവാ സാധനം? ഫെററ്റ്. എന്തുവാ ഫെററ്റ്? ഫെററ്റ് ഫെററ്റ്. ഫുഡ് കഴിക്കണ തിരക്കില്ല. ഇതൊക്കെ എന്താ ഐറ്റം എന്ന് അറിയണമെങ്കിൽ ആദ്യം ഇതൊക്കെ എണീക്ക്. എന്റെ കാല് നോക്കിക്കേ, കാല് നോക്ക് മോനെ. എന്ത് വലിയ കാല് നോക്ക് ഗൈസ്. മാസ്ക് ഇട്ട കുരങ്ങ്, മാസ്ക് ഇട്ട കുരങ്ങ് നോക്കിക്കേ. ഹലോ 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 ഹലോ. ഇത് മങ്കിയോ? ഇത് മങ്കിയോ? അത് മങ്കിയോ? ഇത് മങ്കിയോ? എടാ നിന്നെ എങ്ങനെയാടാ മങ്കി എന്നൊക്കെ പറയാൻ പറ്റിയേ? കുഞ്ഞാണ് കേട്ടോ ഇത്. ഇത് മങ്കി തന്നെ ഉണ്ടാവും. നോർമലി മങ്കികളാണ് ഇങ്ങനെ കിടക്കാറ്. അയ്യോ, വവ്വാലും കിടക്കാറുണ്ട് ഗൈസ്. ഇങ്ങനെ നോക്കിക്കേ, ഇങ്ങനെ നോക്കിക്കേ. ഇത് ആർമിക്ക് എടുത്തിട്ടുള്ള കുരങ്ങാണ് തോന്നുന്നത്. നമ്മൾ അടുത്ത് ഗ്ലൈഡറിന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. പക്ഷെ ഗ്ലൈഡർ ഉറക്കം, തൂക്കം തൂക്കം. ആ മൂലയ്ക്ക് കിടന്ന് ഉറങ്ങുവാ. എന്താണ് ഞാൻ ഇപ്പൊ കാണിച്ചത് കേട്ടോ. എന്റെ ഫേസ് ചാടില്ലാലോ. അതെ, അകത്തോട്ട് പോകാൻ നോക്കണേ. ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് പോയാൽ തേടി പോയിട്ട് എടുക്കാണ്ട് നോക്കി പോവാണ്ട് നോക്കിയാൽ അതെന്നെ പേടിച്ചിട്ടായിരിക്കുന്നേ. കേട്ടോ തിരിച്ചു കൊടുക്കുവാണേ. ഇത് വലിയത് വിറക്കുന്നു, പേടിച്ചിട്ട. ഇതിനറിയില്ല ഇതിനേക്കാളും പേടിച്ചത് ഞാനാണെന്ന്. അവിടെ കിടക്കുന്ന ഒരു കുരങ്ങി ചെറിയ മഴത്ത് എന്തൊക്കെയുള്ള എക്സിറ്റ് എവിടെയാ? സോ ഗൈസ്, നമ്മള് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാം കണ്ടതിന് ശേഷം പുറത്തോട്ട് ഇതാ ഇറങ്ങി വന്നപ്പോ നിങ്ങൾ കണ്ടില്ലേ ഈ ആന, അത് തന്നെയാണ്. പിന്നെ ഈ വൈകുന്നേരം സമയങ്ങളായതുകൊണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികളും ഒരുപാട് ഫാമിലിയും ഒക്കെ ആയിട്ട് എല്ലാം ഒരുപാട് ആൾക്കാരൊക്കെ കേട്ടോ. ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഒക്കെ. ഇപ്പോഴത്തെ കണ്ടോ കടല്.
വെയിലാണെങ്കിൽ നല്ല ഒരു കാഴ്ചയുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഭയങ്കര സന്തോഷം. ഒരുപാട് കാലമായിട്ട് ഞാൻ ഭയങ്കര പേടിത്തൂരിയാണ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം എനിക്ക് പേടി മാറിയൊന്നും ഇരിക്കില്ല, ഞാൻ കള്ളം പറയുന്നില്ല. ബട്ട് എന്നാൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ധൈര്യം കാണിച്ചില്ലേ, അതിന് ഞാൻ എന്നെ ഒരു 3 വട്ടമൊക്കെ മാറി ഇന്നിങ്ങനെ സല്യൂട്ട് അടിച്ച്. എന്തിനാന്തോ. അപ്പോൾ ശരി എന്നാൽ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെയ്ക്കും ബൈ.